ഹലോ, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കുറച്ച് പെട്ടെന്ന് കയ്യിലേക്ക് കാശ് വരാൻ ഏത് തരത്തിലുള്ള ബിസിനസ് ചെയ്താലാണ് നല്ലതെന്നുള്ളതാണ്. ഹൈ ടിക്കറ്റ് പ്രൊഡക്റ്റുകൾ സെല് ചെയ്താൽ മതി. എന്താണ് ഹൈ ടിക്കറ്റ്? ഹൈ ടിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില കൂടിയ വലിയ പ്രൈസ് ടാഗ് ഉള്ള പ്രൊഡക്റ്റുകൾ. വേറൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ട്രാൻസാക്ഷൻ എമൗണ്ട് വന്ന പ്രൊഡക്റ്റുകൾ. ചെറിയ ചെറിയ 500 രൂപ 300 രൂപയുടെ പ്രൊഡക്റ്റുകളല്ലാതെ ഒറ്റ സെയിലിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ ലാഭം എടുക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റുകൾ. ഒറ്റ സെയിൽ നടന്നാൽ മതി, അതിൽ നിന്ന് നല്ല രീതിയിൽ ലാഭം എടുക്കാൻ പറ്റിയ ഹൈ പ്രൈസ് ടാഗ് ഉള്ള പ്രൊഡക്റ്റുകളെയാണ് ഹൈ ടിക്കറ്റ് പ്രൊഡക്റ്റുകൾ എന്ന് പറയുന്നത്. ഇപ്പോൾ 10,000 രൂപയുടെ പ്രൊഡക്റ്റ്, 25,000 രൂപയുടെ പ്രൊഡക്റ്റ്, 1,00,000 രൂപയുടെ പ്രൊഡക്റ്റ്, അങ്ങനെ. അതല്ലാതെ 200 രൂപ 300 രൂപ 500 രൂപയുടെ അല്ലാതെ വലിയ പ്രൈസ് ടാഗ് വന്ന പ്രൊഡക്റ്റുകളാണ്. ഇതാവുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ സെയിലിൽ നിന്ന് തന്നെ നല്ല ലാഭം എടുക്കാനായിട്ട് സാധിക്കും. 1-2 കസ്റ്റമർ ഒരു ദിവസം കിട്ടിയാൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ ലാഭം എടുക്കാനായിട്ട് സാധിക്കും. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഹൈ ടിക്കറ്റ് പ്രൊഡക്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഹൈ ടിക്കറ്റ് പ്രൊഡക്റ്റുകൾ വിൽക്കുന്നത് ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു വർഷം ഒരു 1 കോടി രൂപയുടെ ആവശ്യമുണ്ട്, എന്നാലാണ് നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ തീരുള്ളൂ എന്ന് വിചാരിക്കുക. ഈ 1 കോടി രൂപ ഏൺ ചെയ്യാൻ വേണ്ടി നമുക്ക് 2 രീതിയിലും പ്രൊഡക്റ്റുകൾ വിൽക്കാം. ചെറിയ എമൗണ്ട് ഉള്ള പ്രൊഡക്റ്റുകളും വിൽക്കാം, വലിയ എമൗണ്ടിലുള്ള ഹൈ ടിക്കറ്റ് പ്രൊഡക്റ്റുകളും വിൽക്കാം. ഈ ചെറിയ എമൗണ്ട് ഇപ്പോൾ 300 രൂപ 200 രൂപ 500 രൂപ ആ ഒരു റേറ്റിലുള്ള പ്രൊഡക്റ്റുകൾ വിൽക്കുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് നമുക്ക് 1 കോടി രൂപ ലാഭം വേണം. 1 കോടി രൂപ ലാഭം വേണമെങ്കിൽ ഇപ്പോൾ 300 രൂപയുടെ പ്രൊഡക്റ്റ് വിൽക്കുകയാണെങ്കിൽ ഉദാഹരണത്തിന് 100 രൂപ നമ്മൾ ലാഭം എടുത്തു. 300 രൂപയാണ് പ്രൊഡക്റ്റിൻ്റെ വില, 100 രൂപ നമ്മൾ ലാഭം എടുത്തു. അങ്ങനെയാണെങ്കിൽ ഒരു വർഷം കൊണ്ട് 1,00,000 കസ്റ്റമേഴ്സിനെ കണ്ടെത്തണം നമുക്ക് 1 കോടി രൂപ ഉണ്ടാക്കാനായിട്ട്. 1,00,000 കസ്റ്റമർ ഒരു വർഷം കിട്ടിയാലാണ് 100 രൂപ ലാഭത്തിൽ വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് 1 കോടി രൂപ കിട്ടുള്ളൂ. ഈ 1,00,000 കസ്റ്റമർ ഒരു വർഷം എന്ന് പറയാൻ നേരത്ത് ഒരു ദിവസം 270-ലധികം കസ്റ്റമേഴ്സിന് നമ്മൾ വിറ്റാൽ മാത്രമാണ് നമുക്ക് 365 വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. 1,00,000 ഡിവൈഡ് ബൈ 365 വെച്ച് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടും. 270-ലധികം കസ്റ്റമേഴ്സിന് വിറ്റാലാണ് നമുക്ക് ഈ ഒരു ഗോളിലേക്ക് എത്താനായിട്ട് പറ്റുള്ളൂ. ഒരു വർഷം കൊണ്ട് 1 കോടി രൂപ എന്നുള്ള ഗോളിലേക്ക് എത്താൻ 270 കസ്റ്റമേഴ്സിന് ഒരു ദിവസം വിൽക്കണമെങ്കിൽ നമ്മളൊരു 400-ലധികം കസ്റ്റമറുമായിട്ട് ചാറ്റ് ചെയ്യണം. 24 മണിക്കൂറുള്ള ഒരു ദിവസത്തിൽ എന്തുമാത്രം അത് പോസിബിൾ ആവുമെന്ന് അറിയില്ല. ഒരാളെ കൊണ്ടോ 2 ആളെ കൊണ്ടോ അത് സാധിക്കില്ല. നമ്മൾ എക്സ്ട്രാ സ്റ്റാഫിനെ ഹയർ ചെയ്യേണ്ടതായിട്ട് വരും. അതിനനുസരിച്ചുള്ള ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളൊക്കെ വേണ്ടി വരും. ഒരു ദിവസം 270 ഓർഡർ കിട്ടുമോ എന്നുള്ളത് വേറൊരു ചോദ്യം. ഇനി ഇതേ സ്ഥാനത്ത് നമ്മളൊരു ഹൈ ടിക്കറ്റ് പ്രൊഡക്റ്റ് ആണ് സെലക്ട് ചെയ്യണമെന്ന് വിചാരിക്കുക. അതായത് വലിയ ട്രാൻസാക്ഷൻ എമൗണ്ട് ഉള്ള ഒറ്റ ഓർഡറിൽ നിന്ന് തന്നെ വലിയ ലാഭം കിട്ടുന്ന പ്രൊഡക്റ്റ്. ഒരു കസ്റ്റമറെ കണ്ടെത്തിയാൽ തന്നെ വലിയ ലാഭം കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാണ് വെക്കണം. ഉദാഹരണത്തിന് ഒരു 20,000 രൂപയുടെ പ്രൊഡക്റ്റ് 8,000 രൂപ നമ്മൾ ലാഭം എടുക്കുകയെന്ന് വിചാരിക്കുക. 20,000 രൂപയുടെ പ്രൊഡക്റ്റ് സെല് ചെയ്യാൻ നേരത്ത് നമുക്കൊരു 8,000 രൂപ ലാഭം കിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഈ ഗോള് ഒരു വർഷം 1 കോടി രൂപ ലാഭത്തിൽ കൊണ്ടുവരാന്നുള്ള ആ ഗോള് അച്ചീവ് ചെയ്യാൻ ശരിക്കും പറഞ്ഞാൽ 1,250 കസ്റ്റമറെ കണ്ടെത്തിയാൽ മതി. ഒരു വർഷം കൊണ്ട് 1,250 കസ്റ്റമേഴ്സിനെ കണ്ടെത്തിയാൽ മതി. അതായത് ഒരു ദിവസം 3 മുതൽ 4 കസ്റ്റമേഴ്സിനെ നമുക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഗോള് നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. 3 മുതൽ 4 വരെ കസ്റ്റമറെ കിട്ടണമെങ്കിൽ നമ്മളൊരു 10-20 കസ്റ്റമറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ തന്നെ, നല്ല രീതിയിൽ പറഞ്ഞാൽ തന്നെ നമുക്കതെങ്ങനെയെങ്കിലൊക്കെ അച്ചീവ് ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ച് ഒരാളെ കൊണ്ട് ചെയ്യാൻ സാധിക്കും. 1-2 പേരുണ്ടെങ്കിൽ തന്നെ അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. മറ്റേതെന്ന് പറഞ്ഞാൽ ഇതേ സ്ഥാനത്ത് നമ്മളുടെ ചെറിയ വാല്യൂ ഉള്ള പ്രൊഡക്റ്റുകൾ 300-500 രൂപയൊക്കെ വിലയുള്ള പ്രൊഡക്റ്റുകളിൽ നിന്ന് 100-200 രൂപയൊക്കെ ലാഭം എടുത്ത് സെല് ചെയ്യാൻ നേരത്ത് 270 ഓർഡറുകൾ കിട്ടണം. ഒരു സൈഡിൽ 270 ഓർഡർ കിട്ടിയാലാണ് നമുക്ക് ഒരു ദിവസം 270 ഓർഡർ കിട്ടിയാലാണ് ഒരു സൈഡിൽ ലോ ടിക്കറ്റ് വെച്ചിട്ട് നമുക്ക് 1 കോടി രൂപയിൽ എത്താൻ പറ്റുള്ളൂ. എന്നാൽ ഹൈ ടിക്കറ്റ് പ്രൊഡക്റ്റുകൾ സെല് ചെയ്യാൻ നേരത്ത് ഒരു ദിവസം 3 മുതൽ 4 കസ്റ്റമറെ കിട്ടിയാൽ തന്നെ നമുക്ക് ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഒറ്റ ഓർഡറിൽ നിന്ന് തന്നെ വലിയ ലാഭം. ഇതാണ് ഈ ഹൈ ടിക്കറ്റ് പ്രൊഡക്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പല രീതിയിൽ വലിയ ബ്രാൻഡുകളുടെ പ്രൊഡക്റ്റുകൾ സെല് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വാഹനങ്ങൾ, നല്ല പ്രീമിയം കാറുകളുടെ അകത്ത് വെക്കണ എന്തെങ്കിലും പ്രൊഡക്റ്റുകൾ, അതിൻ്റേതായിട്ടുള്ള കസ്റ്റമേഴ്സിനെ കണ്ടെത്തി നമുക്ക് ഇത് സെല് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഇനി എങ്ങനെയാണ് ഈ ഹൈ ടിക്കറ്റ് പ്രൊഡക്റ്റുകൾ പ്രാക്ടിക്കലി നമ്മൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പറഞ്ഞതെല്ലാം തിയറിയാണ്. പ്രാക്ടിക്കലി ഇതെങ്ങനെ ചെയ്യാൻ സാധിക്കും? 2 രീതിയിൽ നമുക്ക് ചെയ്യാം. ഒന്ന്, നമുക്ക് ഡയറക്റ്റ് ആ ബിസിനസ്സിലേക്ക് ഇറങ്ങിക്കൊണ്ട് ചെയ്യാം. നിങ്ങൾ അത്തരം പ്രൊഡക്റ്റുകൾ കണ്ടെത്തിക്കൊണ്ട്, ഇപ്പം നല്ല ഡിസൈനർ ബാഗുകൾ, വാച്ചുകൾ, അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രീമിയം കാറുകളുടെ അകത്ത് വെക്കുന്ന എന്തെങ്കിലുമൊക്കെ പ്രൊഡക്റ്റുകൾ, ഇതെല്ലാം നമ്മൾ കണ്ടെത്തിക്കൊണ്ട് നമുക്ക് ഡയറക്റ്റ് ആ ബിസിനസ്സിലേക്ക് ഇറങ്ങിക്കൊണ്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഡയറക്റ്റ് ആ ബിസിനസ്സിലേക്ക് നമ്മൾ എൻഗേജ് ആയിക്കൊണ്ട്. വേറൊരു രീതിയിൽ ചെയ്യാൻ സാധിക്കണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതായിരിക്കും കുറച്ചും കൂടി തുടക്കക്കാർക്കും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ജോലിയായിട്ട് നിൽക്കുന്ന ആളുകൾക്കൊക്കെ കുറച്ചും കൂടി എളുപ്പം. ഓൾറെഡി ഈ ബിസിനസ് ചെയ്യുന്നവരെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഉദാഹരണത്തിന് അവരുടെ ഒരു പ്രൊഡക്റ്റ് ഹൈ ടിക്കറ്റ് പ്രൊഡക്റ്റ് ആണ്. ഉദാഹരണം ഇപ്പോൾ ഒരു 1,00,000 രൂപ വില വന്ന പ്രൊഡക്റ്റ്, അതിലൊരു 40% ലാഭം അവർക്കുണ്ട്. 1,00,000 രൂപയുടെ ഒരു പ്രൊഡക്റ്റ് വിറ്റ് കഴിഞ്ഞാൽ അവർക്കൊരു 40,000 രൂപ ലാഭം ഉണ്ടെങ്കിൽ
നിങ്ങൾ ആ പ്രൊഡക്റ്റ് വിറ്റ് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ടി നിങ്ങൾ സ്റ്റോക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല, അവർക്ക് വേണ്ടി അവരൊരു സെയിൽസ് ഏജന്റ് ആയിട്ട് നിന്നുകൊണ്ട് അവർക്ക് ആ പ്രൊഡക്റ്റ് വിറ്റ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 10% കിട്ടും. അതായത് ഒരു 10,000 രൂപ ലാഭം നിങ്ങൾക്ക് കിട്ടും. അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ സെയിൽ നടക്കൂല. അതുകൊണ്ട് നിങ്ങൾ ഡയറക്റ്റ് ജസ്റ്റ് കമ്മീഷൻ ബേസ് മാത്രം, പ്രത്യേകിച്ച് സാലറി അവിടെ പോയി നിന്നിട്ടുള്ള ജോലിയൊന്നുമല്ല, കമ്മീഷൻ ബേസ് ആയിട്ട് മാത്രം ആ പ്രൊഡക്റ്റ് അങ്ങ് വിറ്റ് കൊടുക്കുക. കസ്റ്റമറെ കണ്ടെത്തിയ പ്രൊഡക്റ്റ് വിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 10% ലാഭം. അപ്പോൾ ഒരു 1 ലക്ഷം രൂപയുടെ ഒരു പ്രൊഡക്റ്റ് ഒരു ദിവസം പോയി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് 10,000 റുപ്പീസ് 10,000 രൂപ ലാഭം എടുക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഇവിടെ പ്രത്യേകമായിട്ട് ഇൻവെസ്റ്റ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല, നിങ്ങൾക്ക് റിമോട്ട്ലി ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അധിക സമയം ഇത്രയും എമൗണ്ട് കൂടിയ പ്രൊഡക്റ്റുകൾ വിൽക്കാൻ നേരത്ത് കസ്റ്റമേഴ്സിന് അധിക സമയത്ത് ആരോടെങ്കിലൊക്കെ ഒന്ന് സംസാരിക്കണം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ജോലി ഉണ്ടെങ്കിൽ ആ ഒരു സ്ഥാപനത്തെ അപ്രോച്ച് ചെയ്യുക. ഗൂഗിൾ മാപ്പിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ഹൈ ടിക്കറ്റ് പ്രൊഡക്റ്റുകൾ വിൽക്കുന്ന സ്ഥാപനങ്ങളൊക്കെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അവരെ അപ്രോച്ച് ചെയ്തിട്ട് അവരുടെ ബിസിനസ് പഠിക്കുക, അവരുടെ പ്രൊഡക്റ്റ് പഠിക്കുക. എന്നിട്ട് അവരോട് നിങ്ങൾ പറയുക, ഞാനിത് നിങ്ങൾക്ക് വേണ്ടി ഇത് സെല്ല് ചെയ്ത് തരാം, എനിക്ക് 10%, 15% കമ്മീഷൻ തന്നാൽ മതി. എന്നിട്ട് അതിനെപ്പറ്റി കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷം ആ പ്രൊഡക്റ്റുകളെ നിങ്ങൾ സോഷ്യൽ മീഡിയയിലേക്ക് കൊണ്ടുവരികയോ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ പരസ്യം കൊടുത്തിട്ടോ എങ്ങനെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കസ്റ്റമറെ കണ്ടെത്താനായിട്ട് സാധിക്കും. കസ്റ്റമറെ കണ്ടെത്തി അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ആ ഒരു സെയിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ 10% ലാഭം എടുക്കാനായിട്ട് സാധിക്കും. ഇവിടെ എന്ന് പറഞ്ഞാൽ വലിയ റിസ്ക്കോ കാര്യങ്ങളൊന്നുമില്ല. മറ്റേതെന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് നിങ്ങൾ പ്രൊഡക്റ്റ് ഒക്കെ സെല്ല് ചെയ്യാൻ നേരത്ത് അവിടെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 100% ലാഭം നമുക്ക് കിട്ടും. നമ്മളാണ് ആ ബിസിനസ് റൺ ചെയ്യണമെങ്കിൽ, നമ്മൾ തന്നെ പ്രൊഡക്റ്റ് ഒക്കെ സ്റ്റോക്ക് എടുത്ത് വെച്ച് ചെയ്യുകയാണെങ്കിൽ 100% ലാഭം എടുക്കുക. ഇവിടെ 10% ലാഭം കിട്ടുള്ളൂ. എന്നാലും തരക്കേടില്ല. ഈ ജോലിക്കൊക്കെ പോകുന്ന ആളുകൾ അവരുടെ പാർട്ട് ടൈമിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയതാണ്. വലിയ ഹൈ ടിക്കറ്റ് പ്രൊഡക്റ്റുകൾ ഓൾറെഡി സെല്ല് ചെയ്യണ ബിസിനസ്സുകൾക്ക് വേണ്ടി അവരുടെ പ്രൊഡക്റ്റുകൾ സെല്ല് ചെയ്ത് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് ഇറങ്ങാനായിട്ട് സാധിക്കും. ഇതാവുമ്പോൾ എന്ന് പറഞ്ഞാൽ പാർട്ട് ടൈം ആയിട്ട് 2-3 കസ്റ്റമറെയൊക്കെ ആർക്കും ഡീൽ ചെയ്യാൻ പറ്റും. മറ്റേതെന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ പ്രൊഡക്റ്റുകൾ 100 രൂപ 200 രൂപ ഒക്കെ ലാഭം എടുത്ത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 270 ഓർഡറുകൾ ഒരു ദിവസം കിട്ടണം ഈ ഒരു വർഷം കൊണ്ട് ഇത്രയും വലിയൊരു എമൗണ്ട് ഉണ്ടാക്കാനായിട്ട്. അത് ഏറെക്കുറെ അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം 270 ഓർഡർ ഫുൾഫിൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രയാസമുള്ളതാണ്. പ്രത്യേകിച്ച് ഓൺലൈനിലൊക്കെ ആണെങ്കിൽ പാക്കിങ്, ഷിപ്പിംഗ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സമയം പോകും. 270 കസ്റ്റമറെ കണ്ടെത്തണമെങ്കിൽ ഒരു ദിവസം നിങ്ങൾ 400-ലധികം 400-500ഓളം കസ്റ്റമേഴ്സുമായിട്ട് ചാറ്റ് ചെയ്യണം. അപ്പോൾ അത് വളരെ ടൈം കൺസ്യൂമിംഗ് ആണ്, വലിയ ബെനിഫിറ്റ് അതിലുണ്ടാവില്ല. എന്താ പറയുക, ലോ പ്രൈസ് പ്രൊഡക്റ്റുകളെല്ലാം മോശമെന്നുള്ള രീതിയിലല്ല ഞാൻ പറയണത്. ചെറിയ വരുമാനമൊക്കെ ഉദ്ദേശിക്കുന്നവർക്ക് അതിൽ ഫിക്സ് ചെയ്തിട്ട് നിൽക്കാം. ഒരു ദിവസം 10 ഓർഡർ വന്നാൽ മതി, 100 രൂപ ഒക്കെ ലാഭം എടുത്തു കഴിഞ്ഞാൽ തന്നെ മന്ത്ലി 30,000-ന്റെ അടുത്തായി. പക്ഷെ പെട്ടെന്ന് തന്നെ നമ്മുടെ കയ്യിലേക്ക് കുറച്ച് എമൗണ്ട് വരണമെങ്കിൽ, നിങ്ങൾക്കൊരു പ്രത്യേക ഒരു എക്സ്പീരിയൻസ് ഒക്കെ കിട്ടണമെങ്കിൽ ഹൈ ടിക്കറ്റ് പ്രൊഡക്റ്റുകൾ വിറ്റ് കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. അതാകുമ്പോൾ ചെറിയ കസ്റ്റമേഴ്സിന്, കുറച്ചൊരു 3-4 കസ്റ്റമേഴ്സിന് മാത്രം കണ്ടെത്തിയാൽ തന്നെ നമുക്ക് നല്ലൊരു എമൗണ്ട് പെട്ടെന്ന് കയ്യിലേക്ക് വരും. പിന്നെ നിങ്ങൾക്ക് സെയിൽ പഠിക്കുകയും ചെയ്യാം. കസ്റ്റമറുമായിട്ട് സംസാരിച്ച് അതൊരു പ്രത്യേക ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. നിങ്ങളൊരു ഓഫീസിൽ പോകാതെ തന്നെ റിമോട്ട്ലി നിന്നുകൊണ്ട് കസ്റ്റമറെ കൺവിൻസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സെല്ല് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ഇതാണ് ഹൈ ടിക്കറ്റ് പ്രൊഡക്റ്റുകൾ വിൽക്കുമ്പോൾ ഒരു ഗുണം. അപ്പോൾ എല്ലാ മോഡലിനും അതിൻ്റേതായിട്ടുള്ള ഗുണവും ദോഷവും ഉണ്ട്. ഇപ്പോൾ കുറച്ചും കൂടിയും ബെറ്റർ ജോലിക്കൊക്കെ പോകുന്ന ആളുകൾ കുറച്ചും കൂടിയും സൈഡായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുള്ളവർക്ക് ഈ ഒരു ടെക്നിക്ക് പരീക്ഷിച്ച് നോക്കാം. കാരണം ഒരു ദിവസം ജസ്റ്റ് ഒരു ദിവസം ഒരു കസ്റ്റമറെ മാത്രം കിട്ടി, പിന്നെ ആ ആഴ്ചയിൽ ഒറ്റ ഓർഡറും കിട്ടിയില്ലെങ്കിലും പ്രശ്നമില്ല. അങ്ങനത്തെ ഒരു എമൗണ്ടിലുള്ള ട്രാൻസാക്ഷനിൽ വന്ന പ്രൊഡക്റ്റുകളൊക്കെ സെല്ല് ചെയ്ത് നിങ്ങൾ പരീക്ഷിക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എക്സ്പീരിയൻസും കാര്യങ്ങളും എല്ലാം കിട്ടും. ചില ആളുകളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് ഓൺലൈനിലൊക്കെ സെല്ല് ചെയ്യാൻ നേരത്ത് ഒരു യൂണിറ്റ് പോയി കഴിഞ്ഞാൽ 30 രൂപ ലാഭം, 20 രൂപ ലാഭം, 50 രൂപ ലാഭം, അങ്ങനെ എത്ര ഓർഡറുകൾ കിട്ടിയാലാണ് നമുക്ക് ഒരു ദിവസം ഒരു എമൗണ്ടിൽ എത്താൻ പറ്റുക, ഒരു നല്ലൊരു വരുമാനം കിട്ടുന്നത്. വളരെ വളരെ വിരളമായിട്ടാണ് നമുക്ക് അത്രയും ഓർഡറുകൾ ഓൺലൈനിൽ നിന്നെല്ലാം കിട്ടുള്ളൂ. അപ്പോൾ എപ്പോഴും കുറച്ചും കൂടി പ്രൈസ് ഓൺലൈനിൽ സെല്ല് ചെയ്യണവർ, ഞാൻ പറയാം, അറ്റ്ലീസ്റ്റ് ഒരു 250 രൂപ ലാഭമെങ്കിലും ഒറ്റ യൂണിറ്റ് പോയി കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു 250 രൂപ ഒക്കെ ലാഭം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ ഷിപ്പിംഗ് കോസ്റ്റും പാക്കേജിങ്ങിൻ്റെ കോസ്റ്റ് എല്ലാം കവർ ചെയ്താൽ പോലും നല്ല രീതിയിൽ പോവാം. പക്ഷേ 30 രൂപ 40 രൂപ ഒക്കെ ലാഭമുള്ള പ്രൊഡക്റ്റുകൾ നിങ്ങൾ പരമാവധി ഓൺലൈനിൽ ഒഴിവാക്കുക. ഇനി വേറൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹൈ ടിക്കറ്റ് പ്രൊഡക്റ്റുകൾ വിൽക്കാൻ നേരത്ത് നമ്മൾ പരസ്യം എല്ലാം കൊടുക്കാൻ നേരത്ത്, ഫേസ്ബുക്കിൽ എവിടെയെങ്കിലുമൊക്കെ പരസ്യം കൊടുക്കാൻ നേരത്ത് ഈ 30 രൂപ ലാഭമുള്ള പ്രൊഡക്റ്റിന് പരസ്യം കൊടുക്കണം അതേ എമൗണ്ട് തന്നെയാണ് നമ്മളൊരു 10,000 രൂപ ലാഭമുള്ള പ്രൊഡക്റ്റിന് പരസ്യം കൊടുക്കുമ്പോൾ സെയിം എമൗണ്ട് തന്നെയാണ്. അപ്പോൾ പരസ്യത്തിൻ്റെ ആ ഒരു എക്സ്പെൻസും എല്ലാം കവർ ചെയ്താൽ പോലും നമുക്ക് നല്ല രീതിയിൽ ഹൈ ടിക്കറ്റ് പ്രൊഡക്റ്റുകളിൽ ലാഭം എടുക്കാനായിട്ട് സാധിക്കും. കുറഞ്ഞ സമയം കൊണ്ട് പെട്ടെന്ന് കുറച്ച് കാശൊക്കെ ഉണ്ടാക്കണമെന്നുള്ളവർക്ക് ഈ ഒരു ടെക്നിക്ക് പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.